വാർത്തകളിലേക്ക് വിശദമായി പോകാം. തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് CV ഷിബു ചേരുന്നു. ഷിബു, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? പ്രാഥമികമായുള്ള വിവരം ലഭിച്ചതനുസരിച്ച് ഇപ്പോൾ ഹൃദയാഘാതത്തെ തുടർന്നാണ് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് എന്നാണ് ഫോറസ്റ്റ് വെറ്റിനറി സർജനായിട്ടുള്ള ഡോക്ടർ അജേഷ് മോഹൻദാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ആനയുടെ ഒരു ഇടതു തുടയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. ഈ മുഴയ്ക്ക് 42 സെന്റിമീറ്ററോളം വ്യാസമുണ്ടായിരുന്നുവെന്നും ഈ 42 സെന്റിമീറ്റർ വ്യാസമുള്ള ഈ മുഴയ്ക്ക് ഈ തുള്ളിൽ പഴുപ്പ് രൂപപ്പെട്ടിരുന്നുവെങ്കിലും ഏകദേശം 1 ലിറ്ററോളം പഴുപ്പാണ് ഈ മുഴയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ അജേഷ് മോഹൻദാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തണ്ണീർക്കൊമ്പന്റെ ലിംഗത്തിന് മുറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പരിക്കുകൾ ഉണ്ടായിരുന്നതായും ഇത് ഈ പഴുപ്പ് മറ്റു ഭാഗങ്ങളിലേക്ക് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നതായുമാണ്. അതുകൊണ്ടാണ് ഇത് തീറ്റയെടുക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ വിഷമം അനുഭവപ്പെട്ടതെന്നുമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിദഗ്ധ പരിശോധന ഈ സാമ്പിളുകൾ പരിശോധിച്ച ശേഷം മാത്രമേ വിദഗ്ധ പരിശോധന നടത്തിയ ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവൂ എന്നും പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ഇതാണ് മനസ്സിലാകുന്നതെന്നുമാണ് ഡോക്ടർ അജേഷ് മോഹൻദാസ് ഇപ്പോൾ പറഞ്ഞത്. കർണാടകയുടെയും കേരളത്തിന്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വെറ്റിനറി സർജന്മാരും പോസ്റ്റ്മോർട്ടം നടപടികൾക്കുണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലും ഇതേ കാര്യം തന്നെയാണ് മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം അനുമാനിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതെന്നാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അവിടെ ഇറക്കുന്നതിനിടെയാണ് ഹൃദയാഘാതം സംഭവിച്ചതെന്നുമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്.